ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതക്ഷരമായിരുന്നു പഠിച്ചിരുന്നത്? സ്വരചിഹ്നങ്ങളിനകത്തുള്ള നീട്ടുകൾ അല്ലേ? അത് കാ വെച്ചിട്ടുള്ള അക്ഷരത്തിൽ എങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പഠിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് അക്ഷരങ്ങളുടെയും കൂടെ നോക്കാം. ഓക്കെ, നമുക്കിന്ന് ചായയുടെ നോക്കിയാലോ? കഴിഞ്ഞ ദിവസം കായുടെ പഠിച്ചു. അപ്പോൾ എന്തോ ചെയ്യുക, ആ ടോപ്പിക്ക് അതിൻ്റെ തൊട്ടു മുമ്പിൽ ഞാൻ സ്വരചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്തിരുന്നു. ആ ടോപ്പിക്ക് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രമേ ഈ ടോപ്പിക്കുകൾ കാണാവൂ. ഓക്കെ, എന്നിട്ട് ഈ അക്ഷരത്തിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് അങ്ങോട്ട് വായിക്കാനും എഴുതാനും എല്ലാം ഇത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ച എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ച എന്ന് പറയുന്ന അക്ഷരം നോക്കിക്കേ. ച, ചാ, ചി, ചീ, ചു, ചൂ, ചിറ്, ചേ, ചേ, ചൈ, ചോ, ചോ, ചൗ, ചം, ച. നിങ്ങൾ പറയൂ, നമ്മൾ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, ആ എന്ന് പഠിച്ചിരുന്നു. അതിൽ നിന്നും ചിഹ്നങ്ങളിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്നും വ്യഞ്ജനാക്ഷരങ്ങളിൽ അതിനെ ചേർത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുമാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ക്ലിയറായോ? അതിനു വേണ്ടിയാണ് ഞാൻ ചിഹ്നങ്ങൾ പഠിപ്പിച്ചത്. മനസ്സിലായോ? കണ്ടോ, നമ്മൾ ച എന്ന് പറയുമ്പം അവിടെ വരുന്ന സൗണ്ട് ഏതാ? നമ്മുടെ ആയുടെ ചിഹ്നത്തിൻ്റെ സൗണ്ട് അല്ലേ? അതേ കണക്ക് നമ്മൾ ചീ എന്ന് പറയുമ്പം അവിടെ വരുന്ന സൗണ്ട് ഈയുടെ ചിഹ്നം. ചീ എന്ന് പറയുമ്പം ഈയുടെ ചിഹ്നം. ചൂ വരപ്പം ഊയുടെ ചിഹ്നം. ചൂ എന്ന് പറയുമ്പം ഊവിൻ്റെ ചിഹ്നം. ചെറു വരപ്പം കണ്ടോ, ഇറിൻ്റെ ചിഹ്നം വന്നേ. അതേ കണക്ക് ചേ വന്നപ്പം ഏയുടെ ചിഹ്നം. ചേ എന്ന് പറഞ്ഞപ്പം ഏയുടെ ചിഹ്നം. ചൈ വന്നപ്പം എന്താ? അയ്യുടെ ചിഹ്നം. ചോ, ഓ കണ്ടോ, ഓയുടെ ചിഹ്നം. ഓ, ചോ കണ്ടോ, നീട്ട് വന്നേ, ഓയുടെ ചിഹ്നം. ചൗ കണ്ടോ, ചൗ വന്നപ്പോൾ എങ്ങനെ? ഔവിൻ്റെ ചിഹ്നം. ചം വന്നപ്പം അമ്മിൻ്റെ ചിഹ്നം. ചാ വന്നപ്പം ആയിൻ്റെ ചിഹ്നം. കണ്ടോ? ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കിക്കേ. അടുത്ത താ, താ, തി, തീ. നമ്മൾ തായുടെ അക്ഷരം വെച്ചിട്ടുള്ളതാണ് എഴുതുന്നത്. തായ്ക്കകത്ത് ഈ ചിഹ്നങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് നമ്മൾ വായിക്കണം. ഓക്കെ, താ, താ, തി, തീ, തു, തൂ, തിർ, തേ, തേ, തൈ, തോ, തോ, തൗ, തം, ത. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് കൂടെ എഴുതാം. ഇനി നിങ്ങൾ എൻ്റെ കൂടെ എഴുതണേ. ഞാനൊരു അക്ഷരം പറയും, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞെഴുതണം. ഓക്കെ, ഞാൻ ഇത് റൈസ് ചെയ്യാൻ പോവുകയാണേ. പറഞ്ഞേ. ഞാൻ പാ എന്ന് പറയുന്ന അക്ഷരം, ഓക്കെ, പാ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെയാണ് എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ. പാ കഴിഞ്ഞിട്ട് അടുത്ത ഏതാ വരുന്നേ? ആ, പാ. അടുത്തത് പി, പീ അല്ലേ? പിന്നെ നെക്സ്റ്റ് പറഞ്ഞേ. പൂ, പൂ. അടുത്തത് പിർ, പേ, പേ അല്ലേ? അടുത്തത് പൈ, പോ, പോ, പൗ, പം, പ. ക്ലിയർ ആയോ? ഇപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേന്ന്?
പാ പാ, പി പി, പൂ പൂ, പെറ് പേ പേ, പൈ പോ പോ, പൗ പം പ. ഇനി നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്കാണ്. നിങ്ങൾ എന്തോ ചെയ്യുക, ടാ വെച്ചിട്ടുള്ള ഇതുപോലെ ടാ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, എഴുതിയിട്ട് നിങ്ങളുടെ അമ്മമാരെ കാണിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ സ്വരചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ലതുപോലെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതേ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.